ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. ആദ്യം നമ്മളൊരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ കുറച്ച് സവോള വഴറ്റണം. പിന്നെ അതിനുശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ്, അത് നന്നായി ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് തന്നെ നമ്മൾ കുറച്ച് ഉണക്കമുന്തിരി ഇടുക. അത് നന്നായിട്ട് ബ്രൗൺ ആയിട്ട് വരുമ്പോൾ നമ്മളത് കോരി മാറ്റി വയ്ക്കുക. എന്നിട്ട് അതേ വെളിച്ചെണ്ണയിൽ തന്നെ കുറച്ച് സവോള ഇടുക. സവോള നന്നായി ഇളക്കുക. ഒരു ബ്രൗൺ ഷെയ്ഡ് ഒന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. അതിലേക്ക് കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി ഈ 3 ഇട്ടിട്ട് നന്നായി ഇളക്കുക. അതിലത്തെ ഒരു പച്ചമണം മാറുന്ന വരെ നമ്മൾ നന്നായി ഇളക്കുക. അതിനുശേഷം കുറച്ച് മുളക് പൊടി ഇടുക. മുളക് പൊടി ഇട്ടതിന് ശേഷം 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക. ഈ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം 1 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ഇടുന്നത്. ഈ 3 പൊടി ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നന്നായി ആ പച്ചക്കുത്തൊക്കെ മാറുന്ന വരെ മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഇളക്കുക. പിന്നീട് നമ്മൾ കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്, ഇത്തിരി കളറൊക്കെ തോന്നാൻ. പിന്നെ അതിന് ശേഷം കുറച്ച് തക്കാളി. ആ തക്കാളി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. അതിൽ തന്നെ നമ്മൾ തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് കാത്തിരിക്കണം. പിന്നെ അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ച ചെമ്മീനാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ആ മസാലയൊക്കെ പിടിച്ച് നമ്മുടെ ചെമ്മീനൊന്ന് വെന്ത് വരണം. അതുവരെ നമുക്ക് കാത്തിരിക്കാം അല്ലേ. നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുത്താൽ അപ്പം തന്നെ നമ്മൾ ഇളക്കാൻ പാടില്ല. ആ അടിയിലത്തെ മസാലയൊക്കെ ഒന്ന് ചെമ്മീനിലേക്ക് പിടിച്ച് മാത്രമേ നമ്മൾ ഇളക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിൽ കുറച്ച് ഡാൽഡ ഇടുക. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ച മസാല കൂട്ടാണ് അതിലേക്ക് ഇടുന്നത്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ഒന്ന് പൊട്ടി വരുന്ന വരെ നന്നായിട്ടൊന്ന് നമ്മൾ അടി പിടിക്കാണ്ട് സൂക്ഷിക്കണം. അപ്പോൾ അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. പിന്നെ നമ്മൾ വാഷ് ചെയ്ത് വെച്ച അരിയാണ് ഇടുന്നത്. ആ അരി നന്നായിട്ടൊന്ന് ഇളക്കുക. ഈ ഇളക്കണത് എന്തിനാണെന്നറിയോ, നമുക്ക് നമ്മുടെ റൈസ് വിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇളക്കുന്നത്. ചിലർ അതിൽ ചെറുനാരങ്ങ നീര് ഒഴിക്കും. പക്ഷേ ഇവിടെ ഞങ്ങൾ 2 രീതിക്കും ചെയ്യും. ഇന്ന് ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്തത്. പിന്നെ അതിലേക്ക് 4 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഞങ്ങൾ കപ്പിലാണ് ഒഴിച്ചത്. എന്നിട്ട് നന്നായി ഇങ്ങനെ ഇളക്കുക. നമ്മുടെ റൈസും എല്ലാം അതിലേക്കൊന്ന് കൂടി യോജിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇളക്കിയത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്ക് റൈസ് ഒന്ന് വേവാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ നമ്മുടെ റൈസൊക്കെ വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ പാനിലേക്ക് കുറച്ച് ഡാൽഡ യൂസ് ചെയ്യാം, ഒന്ന് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ച ചെമ്മീൻ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അത് നമ്മുടെ പാത്രത്തേക്ക് ഒന്ന് പരത്തി കൊടുക്കണം, എല്ലായിടത്തേക്കും ആക്കണം. അതിനുശേഷം നമ്മൾ റൈസാണ് ഇടുന്നത്. റൈസ് നമുക്ക് എല്ലായിടത്തേക്കും ആക്കണം. എന്താ വെച്ചെങ്കിൽ നമ്മൾ ലെയർ ആയിട്ടാണ് ഇടുന്നത്. അപ്പം അമ്മ അത് നന്നായി എല്ലായിടത്തേക്കും ഒന്ന് പരത്താണ്. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മൾ കുറച്ച് സവോളയും അണ്ടിപ്പരിപ്പും മുന്തിരിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടിയും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വീണ്ടും അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വീണ്ടും റൈസാണ് ഇടുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഇടുന്നത്. സവോളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടിയും. ഇത് നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ് നമ്മൾ വീണ്ടും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യും പിന്നെ പൈനാപ്പിൾ എസൻസാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ബൈ.